നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാരുടെ വിവാഹം വൈദിക ജ്യോതിഷപ്രകാരം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കൂടിച്ചേരലാണ് ദാമ്പത്യം. വിവാഹം എന്നത് കേവലം സാമൂഹികമായ ഒരു ഉടമ്പടി എന്നതിലുപരി രണ്ട് വ്യക്തികളെയും കുടുംബങ്ങളെയും പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഐക്യപ്പെടലാണ് ഈ ബന്ധം. ദീർഘായുസ്സോടും ഐശ്വര്യത്തോടും കൂടി നിലനിൽക്കുന്നതിന് ജ്യോതിഷപരമായ 3 തലങ്ങളിലുള്ള വിശകലനം അനിവാര്യമാണ്. നക്ഷത്രപ്പൊരുത്തം, ഗ്രഹനില ശുദ്ധി, ഉചിതമായ സമയം. മനുഷ്യജീവിതത്തിലെ ദാമ്പത്യ ബന്ധങ്ങൾ, യാത്രകൾ, പങ്കാളിത്തങ്ങൾ എന്നിവ കണ്ടെത്താൻ 7ാം ഭാവം, ഭാവാധിപൻ, കാരകൻ എന്നിവ പരിശോധിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് വിവാഹ ബന്ധത്തിന് യോജിച്ച പുരുഷ നക്ഷത്രങ്ങൾ, ഉത്തമമായ വിവാഹ സമയം, ഗ്രഹനില പ്രകാരമുള്ള വ്യത്യാസങ്ങൾ, വിവാഹ യോഗമുള്ള പ്രായം, ദോഷപരിഹാരങ്ങൾ എന്നിവയൊക്കെ കുറിച്ചാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. വിവാഹപ്പൊരുത്ത വിശകലനത്തിൽ നക്ഷത്രപ്പൊരുത്തത്തിന് അതീവ പ്രാധാന്യം നൽകുന്നു. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ ദാമ്പത്യ സൗഖ്യം, ഐശ്വര്യം, ദീർഘായുസ് എന്നിവ നിർണ്ണയിക്കാൻ ഈ റിപ്പോർട്ട് ലക്ഷ്യമിടുന്നുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 5ാമത്തേതാണ് മകയിരം. ഇടവൻ രാശിയുടെ അവസാന ഭാഗത്തും മിഥുനൻ രാശിയുടെ ആദ്യ ഭാഗത്തുമായിട്ടാണ് ഇതിന്റെ സ്ഥാനം. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഇത് ഊർജ്ജസ്വലതയും കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള തീവ്രതയും ത്വരയും നൽകുന്നു. നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ്. ഇത് വൈകാരികത, മനോബലം, സൗന്ദര്യം, ആർദ്രത എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രം 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ രാശാധിപന്മാരായ ശുക്രനും ബുധനും വരുന്നു. ഈ ഗ്രഹങ്ങളുടെ സംയോജനം വ്യക്തികളിൽ കലയോടും ആശയവിനിമയത്തോടുമുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. മകയിരം നക്ഷത്രം ദേവഗണം വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ദേവഗണം ശുദ്ധമായ സ്വഭാവം, ദയ, ധാർമ്മിക ബോധം, സൗമ്യത എന്നിവയുടെ സൂചനയാണ്. യോനി സർപ്പമാണ്. ഗുണങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ ശാന്തതയും ധാർമ്മികമായ അടിത്തറയും ഉറപ്പാക്കുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് വൈകാരികതയും പ്രണയവും കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ജീവിതത്തിന്റെ തുടക്കത്തിൽ വിവാഹത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും ഇവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പ്രണയം വിജയകരമായ വിവാഹത്തിൽ എത്താനുള്ള യോഗവും ഇവർക്കുണ്ട്. വേഗത്തിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ ഇവർക്ക് സാധ്യതയുണ്ടെങ്കിലും തിരഞ്ഞെടുക്കുന്ന പങ്കാളി നക്ഷത്ര പൊരുത്തം, പ്രത്യേകിച്ച് സുപ്രധാനമായ 10 പൊരുത്തങ്ങൾ ഉറപ്പാക്കുന്നവയായിരിക്കണം. കേരള, തമിഴ് ജ്യോതിഷ സമ്പ്രദായങ്ങളിൽ 10 പ്രധാന പൊരുത്തങ്ങളാണ് വിവാഹാനുകൂല്യമായി നിർണ്ണയിക്കുന്നത്. ഒരു ജാതകന് കുറഞ്ഞത് 18 ഗുണങ്ങൾ, അഷ്ടകൂട സമ്പ്രദായ പ്രകാരം 36 എങ്കിലും വേണം. അല്ലെങ്കിൽ 10 പൊരുത്തങ്ങൾ, 6 ഉത്തമം അല്ലെങ്കിൽ മധ്യമമായിരിക്കണം. എങ്കിലേ വിവാഹത്തിന് യോഗ്യത പരിഗണിക്കാനാവൂ. പൊരുത്തശാസ്ത്രത്തിൽ നക്ഷത്ര പൊരുത്തം ആദ്യപടി മാത്രമാണ്. മറ്റ് പൊരുത്തങ്ങൾ, അതായത് സമ്പത്ത്, സന്താനം, സ്വഭാവം ഏതൊക്കെ ഉത്തമമായാലും ചില ഗുരുതര ദോഷങ്ങൾ, ഉദാഹരണത്തിന് ശിരോരജ്ജു ദോഷം, ആയുസ്സിനെ ബാധിക്കുന്നതിനാൽ അവ കർശനമായി ഒഴിവാക്കണം. രജ്ജുപൊരുത്തം ദാമ്പത്യത്തിന്റെ ദീർഘായുസ്സിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് ഉത്തമമായ പുരുഷ നക്ഷത്രങ്ങൾ. മകയിരം നക്ഷത്രത്തിന്റെ ഏറ്റവും യോജിച്ച പുരുഷ നക്ഷത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പൊതുവായ പൊരുത്ത പട്ടിക ആശ്രയിക്കാതെ ദാമ്പത്യത്തിന് ദോഷകരമാവുന്ന ഗണ, രജ്ജു, വേദ ദോഷങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷം മാത്രമേ ശുപാർശ ചെയ്യാൻ പാടുള്ളൂ. ശിരോരജ്ജു ദോഷം. രജ്ജുപൊരുത്തം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ആയുസ്, ദാമ്പത്യത്തിന്റെ ദീർഘായുസ് എന്നിവ പ്രവചിക്കുന്ന പ്രധാന ഘടകമാണ്. രജ്ജുവിനെ 5 ഭാഗങ്ങളായി തിരിക്കുന്ന മകയിരം ശിരോരജ്ജു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. വരന്റെയും വധുവിന്റെയും നക്ഷത്രങ്ങൾ ഒരേ രജ്ജുവിൽ വരുന്നത് രജ്ജുദോഷം എന്ന ഗുരുതരമായ ദോഷത്തിന് കാരണമാകും. ശിരോരജ്ജുവിൽ മകയിരത്തോടൊപ്പം മറ്റ് നക്ഷത്രങ്ങൾ ചിത്തിര, അവിട്ടം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരെ മകയിരം നക്ഷത്രക്കാർക്കായി വിവാഹം ചെയ്താൽ അത് ദാമ്പത്യത്തിന് ദോഷകരമാകും. ഒരേ ശിരോരജ്ജുവിൽ വിവാഹം ചെയ്യുന്നത് ഭർത്താവിന് ആയുർദോഷം വരുത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ 2 നക്ഷത്രക്കാരെ കർശനമായി ഒഴിവാക്കണം. വേദദോഷം എന്നാൽ ദാമ്പത്യത്തിൽ കഷ്ടപ്പാടുകളും വേർപിരിയലും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മകയിര നക്ഷത്രത്തിന്റെ വേദ നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്രം ശിരോരജ്ജു ദോഷം, വേദദോഷവും ഒരുമിച്ച് വരുത്തുന്നതിനാൽ ഈ ബന്ധം പൂർണ്ണമായും വർജനീയമായി കണക്കാക്കുന്നു. ഗണത്തെ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശകൾ നോക്കുമ്പോൾ മകയിരം നക്ഷത്രം ദേവഗണത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഗണപ്പൊരുത്തമനുസരിച്ച് ഉത്തമം വരുന്നത് വരനും വധുവും ദേവഗണത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അശ്വതി, രോഹിണി, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. ഉത്തമമായി കണക്കാക്കുന്നത് വരൻ മനുഷ്യഗണത്തിലായിരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, വിശാഖം, കേട്ട, പൂരാടം, ഉത്രാടം, പൂരുട്ടാതി എന്നിവയാണ്. വർജിക്കേണ്ടവ: രാക്ഷസ ഗണത്തിൽപ്പെട്ടവരെ ആയില്യം, തൃക്കേട്ട, മൂലം, ചതയം, അവിട്ടം ഒഴിവാക്കേണ്ടതാണ്. മറ്റു നക്ഷത്രങ്ങൾ കാർത്തിക, മകം, പൂരം, വിശാഖം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം
മധ്യമമോ ഉത്തമമോ ആയി വരാൻ സാധ്യതയുണ്ട്. ഓരോ കേസും വ്യക്തിഗതമായി 10 പൊരുത്തങ്ങൾ വിശകലനം ചെയ്ത് അന്തിമമായി തീരുമാനമെടുക്കേണ്ടതാണ്. വിവാഹ പൊരുത്തത്തിൽ 10 തരം പൊരുത്തങ്ങൾ, അതായത് ദിവ, ഗണ, മഹേന്ദ്രം, സ്ത്രീദീർഘ, യോനി, രാശി, രാശ്യാധിപ, വശ്യം, രജ്ജു, വേദം ഇവയൊക്കെ താരതമ്യം ചെയ്യണം. മകയിര നക്ഷത്രത്തെ മുൻനിർത്തി ഈ പൊരുത്തങ്ങളുടെ പ്രാധാന്യം നോക്കേണ്ടതാണ്. കേരള ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത് ദിനം, ഗണം, രജ്ജു, യോനി, രാശി എന്നീ 5 പൊരുത്തങ്ങളാണ്, പഞ്ചമഹാപൊരുത്തങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും പരാജയപ്പെട്ടാൽ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന സൗഖ്യം നഷ്ടപ്പെടും. വിവാഹത്തിന് ഉത്തമമായ സമയം. വിവാഹത്തിനുള്ള സമയം ജാതകത്തിലെ ദശകാലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിലും മകയിര നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവം ചില പ്രായപരിധികൾക്ക് മുൻഗണന നൽകുന്നു. മകയിര നക്ഷത്രക്കാർ പ്രണയത്തോട് വൈകാരികമായ പ്രതിബദ്ധത പുലർത്തുന്നവരും ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരത്തെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. 21 വയസ്സ് ഇന്ത്യയിലെ നിയമപരമായ വിവാഹ പ്രായപരിധിക്ക് ശേഷം 30 വയസ്സിനുള്ളിൽ വിവാഹത്തിന് അനുകൂലമായ ദശാപഹാര കാലഘട്ടം ലഭിച്ചാൽ അത് ഉപയോഗപ്പെടുത്തുന്നത് ഉചിതമാണ്. നേരത്തെ വിവാഹത്തിന് മാനസികമായി തയ്യാറെടുക്കുന്ന ഈ വ്യക്തികൾക്ക് അനുകൂലമായ ദശാകാലങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് വിവാഹം വൈകുന്നതിനും ചിലപ്പോൾ വൈകാരികമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാം. അതിനാൽ പ്രായത്തിന്റെ പക്വത പരിഗണിച്ച് 21നും 30നും ഇടയിലുള്ള അനുകൂലമായ കാലയളവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. വിവാഹയോഗം 18 മുതൽ 50 വയസ്സ് വരെയുള്ള കാലയളവിൽ പരിശോധിച്ചാണ് ജാതക വിശകലനത്തിലൂടെ നിർണ്ണയിക്കുന്നത്. വിവാഹത്തിനായി മുഹൂർത്തം നിശ്ചയിക്കുമ്പോൾ വധൂവരന്മാരുടെ ജന്മനക്ഷത്രങ്ങളെ ആശ്രയിച്ചുള്ള ശുഭനക്ഷത്രങ്ങൾ തിരഞ്ഞെടുക്കണം. മുഹൂർത്തം നിശ്ചയിക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡം പഞ്ചാംഗ ശുദ്ധി, തിഥി, വാരം, നക്ഷത്രം, യോഗം, കാരണം ഉറപ്പാക്കുക എന്നതാണ്. മകയിരത്തിന് അനുകൂലമായ മുഹൂർത്ത നക്ഷത്രങ്ങൾ മകയിര നക്ഷത്രത്തിൽ നിന്ന് 2, 4, 6, 8, 9, 11, 13, 15, 17, 18, 20, 22, 24, 26 എന്നീ സ്ഥാനങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾ മുഹൂർത്തത്തിന് ഉത്തമമായി കണക്കാക്കാവുന്നതാണ്. കൂടാതെ വ്യാഴം, ശുക്രൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ ബലം മുഹൂർത്തത്തിൽ നിർണായകവുമാണ്. വർജിക്കേണ്ട മുഹൂർത്ത നക്ഷത്രങ്ങൾ വധുവിന്റെ ജന്മനക്ഷത്രമായ മകയിരം, ഭേദ നക്ഷത്രമായ അവിട്ടം, ത്രിശുദ്ധിയില്ലാത്ത നക്ഷത്രങ്ങൾ, പാപഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ എന്നിവ മുഹൂർത്തത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം. ഒരു വ്യക്തിക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയം 7ാം ഭാവവുമായി ബന്ധപ്പെട്ട ദശാപഹാര കാലഘട്ടങ്ങളായിരിക്കും. 7ാം ഭാവം പങ്കാളിത്തത്തെയും ദാമ്പത്യത്തെയും സൂചിപ്പിക്കുന്നതിനാൽ 7ാം ഭാവാധിപന്റെ ദശയോ ഭുക്തിയോ വിവാഹ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവിക വിവാഹ കാരക ഗ്രഹങ്ങളായ ശുക്രൻ, രാഹു, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ദശ ഭുക്തി അനുകൂലമാകുമ്പോൾ വിവാഹ യോഗം വരും. ലഗ്നാധിപന്റെ ദശയിൽ, അതായത് 7ാം ഭാവത്തിന്റെ ഭുക്തി വരുന്നത് ഉത്തമമായ വിവാഹകാലമാണ്. അതുപോലെ ധനത്തെയും കുടുംബത്തെയും സൂചിപ്പിക്കുന്ന 2ാം ഭാവത്തിന്റെയും ദശയും വിവാഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹ സമയം കൃത്യമായി പ്രവചിക്കാൻ വ്യാഴം, ശനി എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ ഗോചരം ജ്യോതിഷത്തിൽ പ്രധാനമാണ്. ഗോചരത്തിലെ ശനി ലഗ്നാധിപനെ അല്ലെങ്കിൽ 7ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുകയോ അതുമായി ബന്ധപ്പെടുകയോ ചെയ്യുമ്പോൾ വിവാഹ സാധ്യത വർദ്ധിക്കുന്നു. നക്ഷത്ര പൊരുത്തം നൽകുന്ന പൊതുവായ പൊരുത്തത്തിനപ്പുറം വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ദാമ്പത്യ ഫലങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. 7ാം ഭാവത്തിന്റെ പ്രാധാന്യം, വിവാഹം, പങ്കാളിത്തം, ദാമ്പത്യ സൗഖ്യം എന്നിവയെല്ലാം 7ാം ഭാവം വിശകലനം ചെയ്യുന്നതാണ്. 7ാം ഭാവാധിപൻ ബലവാനായി ഉച്ചത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഉത്തമമായ ദാമ്പത്യ സൗഖ്യം നൽകും. മകയിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം സുഖകരമാക്കാൻ കണ്ടെത്തിയ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പരിഹാര മാർഗങ്ങളുണ്ട്. രജ്ജുദോഷ പരിഹാരം. ശിരോരജു ദോഷമുള്ള നക്ഷത്രങ്ങളെ, അതായത് ചിത്തിരാവിട്ടം ഒഴിവാക്കണം. ഈ ദോഷം പരിഹാരത്തിലൂടെ മാറ്റാൻ സാധിക്കാത്തത് ആയുസ്സിനെ ബാധിക്കുന്ന ഒരു ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. കുജദോഷമുണ്ടെങ്കിൽ തുല്യമായ കുജദോഷമുള്ള ജാതകം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാണ്. കൂടാതെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ ചൊവ്വയുടെ അതിദേവതയെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ നടത്തുക എന്നിവ ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വിവാഹകാരകനായ ശുക്രൻ ജാതകത്തിൽ ദുർബലനാണെങ്കിൽ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ലക്ഷ്മി ദേവിയെ ഭജിക്കുകയും ചെയ്യുന്നത് ദാമ്പത്യ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും. മകയിരത്തിന്റെ ദേവത ചന്ദ്രനായതിനാൽ ചന്ദ്രനെ ശിരസിൽ ധരിച്ച ശിവനെ ഭജിക്കുന്നത് മനോബലം വർദ്ധിപ്പിക്കാനും വൈകാരികമായ സ്ഥിരത നൽകാനും സഹായിക്കും. എല്ലാ പൗർണമി ദിവസവും വ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ഉത്തമ പരിഹാരമായി കണക്കാക്കാം.